എനിടൈം ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഗായത്രി. പ്രധാന വാർത്തകൾ. ജപ്തി വിരുദ്ധ ബിൽ നിയമസഭ പാസാക്കി റവന്യൂ മന്ത്രി കെ രാജൻ. കൊടകര കുഴൽപ്പണ കേസിൽ തുടരന്വേഷണത്തിന് അനുമതി. ഇത്തവണത്തെ ശബരിമല തീർത്ഥാടനത്തിൽ പരാതികളും പ്രശ്നങ്ങളും ഉണ്ടായില്ലെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. വടക്കാഞ്ചേരിയിലെ വിദേശ മദ്യഷോപ്പിനെ കെട്ടുകെട്ടിപ്പിക്കണം ഫാദർ ദേവസി പന്തലുകാരൻ. ഡിവൈഎഫ്ഐ വനിതാ നേതാവിനെ CPM ലോക്കൽ സമ്മേളനത്തിൽ നിന്ന് ഒഴിവാക്കി. കരിവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി ജയിലിൽ കഴിയുന്ന കൗൺസിലർ PR അരവിന്ദാക്ഷനെ അയോഗ്യനാക്കണം കോൺഗ്രസ്. മാലിന്യമുക്തം നവകേരളത്തിന്റെ ഭാഗമായി ഹരിതമേള സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. ജപ്തി വിരുദ്ധ ബിൽ നിയമസഭ പാസാക്കി റവന്യൂ മന്ത്രി കെ രാജൻ. ജപ്തി വിരുദ്ധ ബിൽ കേരള നിയമസഭ പാസാക്കി. ആയിരങ്ങൾക്ക് ആശ്വാസമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ഭൂമിയും വീടും ജപ്തി ചെയ്ത് ജനങ്ങളെ തെരുവിൽ തള്ളുന്ന നയം സർക്കാരിനില്ല. സർക്കാർ ജനങ്ങളെ ചേർത്ത് പിടിക്കും. കേരളത്തിലെ ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് ആശ്വാസം നൽകുന്ന ജപ്തി വിരുദ്ധ ബിൽ കേരള നിയമസഭ പാസാക്കി. കേരളത്തിലെ ഏതൊരു ബാങ്കിനും ധനകാര്യ സ്ഥാപനത്തിനും ഇതര വകുപ്പുകൾക്കും വീടും സ്ഥലവും കെട്ടിടവും വസ്തുവും ജപ്തി ചെയ്തുകൊണ്ട് ഒരു കുടുംബത്തെയും തെരുവിൽ തള്ളുന്ന കണ്ണിൽ ചോരയില്ലാത്ത പ്രവൃത്തി ഇനി മുതൽ ചെയ്യാൻ കഴിയില്ല. കേരളത്തിലെ സഹകരണ ബാങ്കുകൾ, ദേശസാൽകൃത ബാങ്കുകൾ, ഷെഡ്യൂൾഡ് ബാങ്കുകൾ, കൊമേഴ്സ്യൽ ബാങ്കുകൾ തുടങ്ങിയവയുടെ എല്ലാ തര ജപ്തി നടപടികളിലും കേരള സർക്കാരിന് ഇടപെടാൻ പൂർണ്ണ അധികാരം നൽകുന്ന ജപ്തി വിരുദ്ധ നിയമമാണ് നിയമസഭ പാസാക്കിയത്. 1968 87 സെക്ഷനുകൾ അടങ്ങിയ നിയമമാണ് കേരള നിയമസഭ ഭേദഗതി ചെയ്തത്. കൊടകര കുഴൽപ്പണ കേസിൽ തുടരന്വേഷണത്തിന് അനുമതി. കൊടകര കുഴൽപ്പണ കേസിൽ തുടരന്വേഷണത്തിന് അനുമതി. ഇരിങ്ങാലക്കുട അഡീഷണൽ സെഷൻസ് കോടതിയിലാണ് തുടരന്വേഷണത്തിന് അനുമതി നൽകിയത്. 90 ദിവസത്തിനകം അന്വേഷണം റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാനാണ് നിർദ്ദേശം. BJP മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷ് ധർമ്മരാജൻ അടക്കം 25 സാക്ഷികളുടെ മൊഴികളിൽ കള്ളപ്പണം കടത്ത് സംബന്ധിച്ച വെളിപ്പെടുത്തൽ ഉണ്ട്. 200 സാക്ഷികളാണ് കേസിലുള്ളത്. തുടരന്വേഷണത്തിന് അനുമതി ലഭിച്ചാൽ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തേണ്ടവരെ വിശദമായി ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം തീരുമാനിച്ചിരുന്നു. വെളിപ്പെടുത്തലിൽ കുറ്റസമ്മതത്തിന്റെ സ്വഭാവമുള്ളതിനാൽ ധർമ്മരാജൻ അടക്കമുള്ളവരൊക്കെ പ്രതിയാകാനാണ് പോലീസിന്റെ തീരുമാനം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് BJPയുടെ തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് 6 ചാക്കുകളിലായി 9 കോടി രൂപ എത്തിച്ചുവെന്നായിരുന്നു BJP മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷ് നടത്തിയ വെളിപ്പെടുത്തൽ. പണം എത്തിച്ച ധർമ്മരാജനുമായി BJP സംസ്ഥാന അധ്യക്ഷനും ജില്ലാ അധ്യക്ഷനും ഇതിനു മുമ്പ് ചർച്ച നടത്തിയെന്ന സതീഷിന്റെ വെളിപ്പെടുത്തൽ തുടരന്വേഷണം വേണമെന്നാണ് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിരുന്നത്. ഇത്തവണത്തെ ശബരിമല തീർത്ഥാടനത്തിൽ പരാതികളും പ്രശ്നങ്ങളും ഉണ്ടായില്ലെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ഇത്തവണത്തെ ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് ഇതുവരെ പരാതികളും പ്രശ്നങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ലെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. കഴിഞ്ഞ വർഷം ആദ്യം 12 ദിവസം 5,53,922 പേരാണ് വന്നത്. ഇത്തവണ 9,13,437 പേർ ദർശനം നടത്തിയെന്നും അദ്ദേഹം പറഞ്ഞു. 3.5 ലക്ഷത്തിലധികം പേർ അധികമായി വന്നു. കഴിഞ്ഞ വർഷം ആദ്യം 12 ദിവസം കൊണ്ട് 47,12,1,536 രൂപയുടെ വരുമാനമാണ് ഉണ്ടായതെങ്കിൽ ഈ വർഷം 63,01,14,111 രൂപ വരുമാനം ലഭിച്ചു. 15,89,12,575 രൂപ കൂടുതൽ ലഭിച്ചു. മാളികപ്പുറത്തെ അനാചാരങ്ങളുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഉത്തരവിനെ കുറിച്ച് തന്ത്രിയുമായി ചർച്ച നടത്തിയെന്നും PS പ്രശാന്ത് പറഞ്ഞു. വടക്കാഞ്ചേരിയിലെ വിദേശ മദ്യഷോപ്പിനെ കെട്ടുകെട്ടിപ്പിക്കണം ഫാദർ ദേവസി പന്തലുകാരൻ. വടക്കാഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിക്ക് സമീപത്തായി പ്രവർത്തിക്കുന്ന കൺസ്യൂമർ ഫെഡിന്റെ വിദേശ മദ്യ വിൽപ്പനശാലയെ അവിടെ നിന്നും കെട്ടുകെട്ടിക്കണമെന്ന് മദ്യനിരോധന സമിതി അതിരൂപത ഡയറക്ടർ ഫാദർ ദേവസി പന്തലുകാരൻ ആവശ്യപ്പെട്ടു. വിദേശ മദ്യ വിൽപ്പനശാല മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് ദേശീയ മനുഷ്യാവകാശ സമിതി വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് മുന്നിൽ സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആ ഡിവൈൻ ആശുപത്രിയുടെ മുൻപിൽ തൊട്ടടുത്ത് ഇങ്ങനൊരു വിദേശ മദ്യ ഷോപ്പ് ഉണ്ടായി ഇല്ല എങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയും അവിടെ കുടിക്കാൻ പോണവരൊക്കെ ആ നോട്ടുകെട്ടുകളൊക്കെ അവിടെ കത്തിച്ച് കളയുന്നത് നിങ്ങൾ കരുതുന്നുണ്ടാകും. ആ വഴിയിൽ ഒരുപാട് വ്യാപാര ശാലകളില്ലേ, ഈ ആശുപത്രിക്കൊരു മാനേജ്മെന്റും മറ്റുമില്ലേ, അവരൊന്ന് രംഗത്ത് വരാൻ സമരം ചെയ്യിച്ച് പ്രതിഷേധിച്ച് ഗതാഗതം നടന്നത് ഒന്നും പറയണ്ട, സമാധാനപരമായി
ഇതിലുള്ള ഉത്കണ്ഠ ഒരു ദിവസം മുഴുവനും വേണ്ട, ഒരു മണിക്കൂറെങ്കിലും അങ്ങനെയുള്ള ആതുരാലയത്തിലെ ആരോഗ്യ പരിപാലന കേന്ദ്രത്തിന്റെ ഔദ്യോഗിക മേധാവികളും ജീവനക്കാരും മറ്റു ജോലിക്കാരും ഒക്കെ അവരുടെ ഔദ്യോഗിക വേഷ യൂണിഫോമിൽ തന്നെ ഒന്ന് വന്ന് പ്രതീകാത്മകമായെങ്കിലും ഒന്ന് അവരുടെ പ്രതിഷേധം പ്രകടിപ്പിച്ചിരുന്നു എങ്കിൽ നിങ്ങളെ പറയേണ്ടത്, എങ്കിൽ അവിടെയുള്ള ചെറുതോ വലുതുമായ ഒട്ടേറെ കച്ചവടക്കാര്, ആ വ്യവസായികളൊക്കെ ഒരു ദിവസമെങ്കിലും, വേണ്ട മുഴുവൻ സമയം വേണ്ട, ഒരു മണിക്കൂറെങ്കിലും ഒറ്റക്കെട്ടായ വഴി എല്ലാം അടച്ചിട്ട് അവിടെ ഒന്ന് ചെന്ന്, അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത് കച്ചവടക്കാർക്ക് ഗുണമുള്ള കാര്യം ഞാൻ പറയുന്നു. കാരണം ഈ ഷാപ്പ് അടഞ്ഞു കിടന്നാൽ അവിടെ കൊണ്ടുപോയി തൊലച്ച് കളയുന്ന പണമൊന്നും ആരും കീറിക്കളയില്ല, കത്തിച്ച് കളയില്ല, ലാലൂര് കൊണ്ടുപോയി കുഴിച്ചു മൂടില്ല. ഈ പണം സാധാരണ ഗാർഹികോപകാരപ്രദമായ സാധനങ്ങൾ, വസ്തുക്കൾ വാങ്ങിക്കാൻ ഉപയോഗിക്കുമ്പോൾ സർക്കാരിന് ഈ അമ്മപെങ്ങന്മാരുടെ കണ്ണീരില്ലാത്ത നല്ല കാശ് കിട്ടും, ന്യായമായ നികുതി കിട്ടും. അങ്ങനെ ഈ സർക്കാരിന് ജീവിക്കാം. നമ്മുടെ തൊട്ടടുത്തുള്ള തമിഴ്നാടോ ആന്ധ്രാപ്രദേശോ കർണാടകയോ ഈ പ്രാന്ത് കാണിക്കുന്നില്ലല്ലോ. കാർഷികമായും വ്യാവസായികമായും അവര് വളർന്ന് വികസിച്ച് ആ രീതിയിൽ സ്വയം പര്യാപ്തത നേടാനും ആ നാട്ടിലെ ജനങ്ങളുടെ ക്ഷേമൈശ്വര്യങ്ങൾ ഉറപ്പുവരുത്താനും പരിശ്രമിക്കുമ്പോൾ ഇവിടെ ആകെ കൂടി കള്ളുചാരായം വിറ്റിട്ടും, എന്തോട്ടെ മദ്യം വിറ്റിട്ടും, പിന്നെ ഇതേപോലെ ലോട്ടറി വിറ്റിട്ടും, ഇങ്ങനെയല്ലാണ്ട് ഏതെങ്കിലും വ്യവസായ വർധനവിന്റെ സാമ്പത്തിക സ്രോതസ് കണ്ടെത്താൻ, അതിനെ പരിപോഷിപ്പിക്കാൻ, അതിന് നേതൃത്വം കൊടുക്കാൻ, അങ്ങനെയുള്ള സംരംഭകരെ സഹായിക്കാൻ. ഇവിടെ ഒരു ആശുപത്രിയുടെ അടുത്താണെന്നാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ വിരോധം. നിങ്ങൾക്കറിയോ, നമ്മളെ കൊള്ളയടിച്ചു എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരുണ്ടല്ലോ, അവര് ഭരിച്ചിരുന്ന കാലത്ത് ആരാധനാലയങ്ങളിൽ നിന്നും ആശുപത്രികളിൽ നിന്നും മറ്റു ജനവാസ കേന്ദ്രങ്ങളിൽ നിന്നും 400 മീറ്റർ അകലെയാകണം മദ്യവ്യാപാര കേന്ദ്രങ്ങൾ എന്നായിരുന്നു നിയമം. അറിയോ? നമ്മുടെ നാട്ടുകാരെ സാമ്പത്തികമായി സാംസ്കാരികമായി കൊള്ളയടിച്ചവർ എന്ന് എങ്ങനെ വിശദീകരിക്കപ്പെടുന്ന പാശ്ചാത്യര് ഭരിച്ച കാലത്ത് 400 മീറ്റർ ആയിരുന്നു. പിന്നീട് അത് 200ലേക്ക് കൊണ്ടുവന്നത് ഐക്യരാഷ്ട്ര സംഘടന, ഹമാസ്, അമേരിക്ക ഒന്നുമല്ല. EMSന്റെ കാലത്ത് എക്സൈസ് മന്ത്രി പട്ടം കൈവച്ചിരുന്ന ആരാ, നമ്മുടെ സ്ത്രീജനത്തിന്റെ പേര്, ആ ഗൗരി അമ്മയുടെ കാലത്താണ് അത് 400 എന്നുള്ളത് 200 ആക്കി. ആ 200നെ 50ലേക്ക് എത്തിച്ചതാരാ? ഇന്ന് കേരളം ഭരിക്കുന്നവരുടെ പൂർവികര്. ഇനി ഞാൻ കൂടുതൽ പറയണം. അപ്പൊ അതിന്റെ പിന്നിൽ രാഷ്ട്രീയമുണ്ട്. പല ചെറുപ്പക്കാരുടെ ഒന്ന് പഠിച്ചോ. ദരിദ്രരുണ്ടെങ്കിലേ ഈ പ്രസ്ഥാനത്തിന് സ്കോപ്പുള്ളൂ. ഈ കള്ളും ചാരായ സൗകര്യങ്ങൾ ഉണ്ടെങ്കിലേ കുറെ ദരിദ്രം ഒന്നും ഉണ്ടാവുള്ളൂ. വികസനം നമുക്ക് പല തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ പറയാം. ഞാൻ വേറെ രാഷ്ട്രീയ ജാതി ഒന്നും പറയാൻ വേണ്ടി വന്നതല്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഈ ധർമ്മ സമരത്തിൽ ഒരു വ്യക്തി എന്നുള്ള നിലയിലും ഈ പ്രദേശവുമായി ഏറെ ബന്ധമുണ്ടെന്ന് ആത്മാവിൽ അഭിമാനം കൊണ്ട് ചിലപ്പോൾ അഹങ്കരിക്കുകയൊക്കെ ചെയ്യുന്ന ഞാനും നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന്, അല്ലെങ്കിൽ ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന KCBC മദ്യവിരുദ്ധ സമിതിയുടെ സാന്നിധ്യവും സഹായ സഹകരണങ്ങളും നിങ്ങളോടൊത്ത് ഉണ്ടാകും എന്ന് ഉറപ്പു നൽകുന്നു. തീർച്ചയായും ഇത് അധികാരികളെ കണ്ണു തുറപ്പിക്കേണ്ടതാണ്. ഇവിടെ ആര് കുടിച്ചാലും ഐക്യരാഷ്ട്ര സംഘടനയുടെ ലോകാരോഗ്യ സംഘടന പോലും പറയണത് ഒരു തുള്ളി മദ്യം പോലും ആരോഗ്യത്തിന് ഉപദ്രവമല്ല എന്ന് കണക്കാക്കരുത്. എന്നിട്ട് ഇത് എന്റെ കണ്ടുപിടുത്തല്ല, ലോകാരോഗ്യ സംഘടനയുടെ നിലപാടാണ്. ഒരു തുള്ളി മദ്യം പോലും അപകടമില്ലാത്തതാണ് എന്ന് പറയാൻ പാടില്ല. എങ്കിൽ ഇത് പോഷക വസ്തുവിന്റെ കൂട്ടത്തിൽ, ഭക്ഷ്യപദാർത്ഥങ്ങളുടെ കൂട്ടത്തിൽ പെടുത്തി എന്ന് പറയുന്ന സർക്കാരിനെതിരെ ലോകാരോഗ്യ സംഘടന കേസിന് പോകേണ്ടതാണ്. അത്രമാത്രം ജനങ്ങളുടെ അവകാശങ്ങളാണ് ഇവിടെ ധ്വംസിക്കപ്പെടുന്നത്. അപ്പോൾ ഈ രംഗത്ത് അവസരത്തിന് തുയർന്ന് ഇങ്ങനൊരു പ്രതിഷേധ ധർണ സംഘടിപ്പിക്കാൻ ധൈര്യം കാണിച്ച് മാതൃക കാഴ്ചവെച്ച് ഈ മനുഷ്യാവകാശ ദേശീയ ഈ സമിതിയെ അഭിനന്ദിച്ചുകൊണ്ട് ഈ ധർണ ഉദ്ഘാടനം ചെയ്യുന്നു എന്ന് പ്രഖ്യാപിച്ച് ഈ സ്ഥാപനം എത്രയും വേഗം അവിടുന്ന് കെട്ടുകെട്ടിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് കൂട്ടിച്ചേർത്ത് എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു. ആശുപത്രിക്ക് സമീപം ആരംഭിച്ച വിദേശമദ്യ വിൽപ്പനശാലയ്ക്ക് മുന്നിൽ ആശുപത്രി അധികൃതരും
പ്രതിഷേധ സമരം സംഘടിപ്പിക്കണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സംസ്ഥാന സർക്കാരിന്റെ വികലമായ മദ്യനയം മൂലം കേരളത്തിൽ മദ്യപാനികളുടെ എണ്ണം കൂടി വരികയാണെന്ന് അദ്ദേഹം പറഞ്ഞു. അനാരോഗ്യം വിളിച്ചു വരുത്തുന്നതും സമീപവാസികൾക്ക് ശല്യമുണ്ടാക്കുന്നതുമായ മദ്യവിൽപ്പനശാല എത്രയും പെട്ടെന്ന് മാറ്റണമെന്ന യോഗത്തിൽ അധ്യക്ഷത വഹിച്ച സമിതി ചെയർമാൻ പ്രൊഫസർ പുന്നക്കൽ നാരായണൻ ആവശ്യപ്പെട്ടു. വടക്കാഞ്ചേരിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വകാര്യ ശുശ്രൂഷ കേന്ദ്രമായിട്ടുള്ള മാക്സ് കെയർ അഥവാ ഡിവൈൻ ഹോസ്പിറ്റലിൻ്റെ സമീപത്തായി ഒരു വിദേശ മദ്യ വിൽപ്പനശാല പുതിയതായിട്ട് ആരംഭിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, മദ്യം കുടിക്കുന്നതും വിൽക്കുന്നതും കുറ്റകരമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മദ്യവിപത്തുകളെ സംബന്ധിച്ച് കൂടുതൽ ഇവിടെ സംസാരിക്കേണ്ട ആവശ്യമില്ല. മദ്യം ആരോഗ്യത്തിന് ഹാനികരമാണെന്നും അത് നാട്ടിനും നാട്ടാർക്കും ദോഷകരമായിട്ടുള്ളതാണെന്നും എല്ലാവർക്കും അറിയാം. അത് കുറച്ചുകൊണ്ടുവരാൻ, അതിൻ്റെ ഉപയോഗം കുറച്ചുകൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ലോകത്തിലെ തന്നെ എല്ലാ സർക്കാരുകളും, ഇന്ത്യയിലെയും എല്ലാ സർക്കാരുകളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾക്ക് അനുമതി നൽകുമ്പോൾ നഗരസഭ വേണ്ട പരിശോധന നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ അജിത് കുമാർ സമരപ്പന്തലിലെത്തി. സമിതി നേതാക്കളായ ജോൺസൺ കുന്നപ്പള്ളി, കെ എ ഗോവിന്ദൻ, ഉഷ രാമചന്ദ്രൻ, ടി എൻ നമ്പീശൻ, പി വി രാമൻ, വി ഗോപകുമാർ എന്നിവർ സംസാരിച്ചു. ഇനി ഒരു ഇടവേള. എങ്ങനെയുണ്ട് പുതിയ സ്ഥലം? തൃശ്ശൂര് പൊള്ളിയല്ലേ ഗടി? അമ്മിമോനെ ഹാപ്പി അല്ലേ? പിന്നെ ഹായ്, വാട്ട് ഈസ് സർപ്രൈസ്? ഹലോ. കൊള്ളാലോ. അല്ലെങ്കിലും നിന്റെ തീരുമാനങ്ങളൊന്നും ശരിയായിരുന്നില്ലേ? തൃശ്ശൂർക്ക് സ്ഥലം മാറി വന്നപ്പോ ഇവൾക്ക് ഒരു 100 കണ്ടീഷൻസ് ആയിരുന്നല്ലോ. സിറ്റിയുടെ നടുക്ക് തന്നെ ഒരു ലക്ഷറി ഫ്ലാറ്റ് വേണം, അതും നല്ല ലൊക്കേഷൻ, നല്ല ഇന്റീരിയർ, പിന്നെ സ്വിമ്മിംഗ് പൂള്, ജിമ്മ്, ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി വിശ്വസിക്കാവുന്ന നല്ല സ്ട്രോങ് ബിൽഡറും. ഇതെല്ലാം ചേർന്ന ഒറ്റ ഓപ്ഷൻ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ, ഓറെക്സ് ബിൽഡേഴ്സ്. Orex, the builders of trustworthy home spaces. Orex Builders Private Limited, adorning lives. വാർത്തകൾ തുടരുന്നു. ഡിവൈഎഫ്ഐ വനിതാ നേതാവിനെ CPM ലോക്കൽ സമ്മേളനത്തിൽ നിന്ന് ഒഴിവാക്കി. വടക്കാഞ്ചേരിയിലെ CPM ലോക്കൽ സമ്മേളനത്തിൽ ലോക്കൽ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താതെ ഡിവൈഎഫ്ഐ വനിതാ നേതാവ് സി കാർത്തികയെ ഒഴിവാക്കിയതായി പരാതി. CPM വടക്കാഞ്ചേരി ലോക്കൽ സമ്മേളനത്തിൽ പ്രതിനിധിയായിരുന്ന നിലവിൽ ഡിവൈഎഫ്ഐയുടെ ജില്ലാ വൈസ് പ്രസിഡന്റായ വനിതാ നേതാവിനെ ലോക്കൽ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താതെ മനഃപൂർവ്വം ഒഴിവാക്കിയത് ലോക്കൽ കമ്മിറ്റിയുടെ പാർട്ടി വിരുദ്ധ നിലപാടിനെതിരെയും സ്ത്രീവിരുദ്ധ നിലപാടിനെതിരെയും ചോദ്യം ചെയ്യുകയും പ്രാദേശിക നേതൃത്വത്തിനെതിരെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് പരാതി നൽകുകയും ചെയ്ത വനിത കൂടിയാണ് ഈ ജില്ലാ നേതാവ്. പാർട്ടിയുടെ കുമ്പളങ്ങാട് ഈസ്റ്റ് ബ്രാഞ്ച് അംഗമായ വനിതാ നേതാവ് പാർട്ടിക്കുള്ളിലെ വിഭാഗീയത ചോദ്യം ചെയ്തതിന്റെ പേരിലും കഴിഞ്ഞ പാർട്ടി ലോക്കൽ സമ്മേളനത്തിലും പ്രതിനിധിയാക്കാതെ ഒഴിവാക്കപ്പെട്ടിരുന്നു. പാർട്ടിക്കുള്ളിൽ യുവജനങ്ങളോടും വനിതകളോടുമുള്ള നേതാക്കളുടെ പക തീർക്കലുകളും വെട്ടിനിരത്തലുകളും വടക്കാഞ്ചേരിയിൽ ഇന്നും തുടരുന്നു എന്നതും പാർട്ടിയുടെ ഏരിയ നേതൃത്വം ഇതിന് ഒത്താശ ചെയ്യുന്നു എന്നതുമാണ് പരാതിയിൽ ഉയർന്നുവരുന്നത്. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന് മുമ്പായുള്ള പാർട്ടി സമ്മേളനങ്ങളിൽ ഇത്തരം വിഭാഗീയതകൾ സൃഷ്ടിക്കുന്നതിലൂടെ നേതാക്കൾക്കിടയിലെ യുവജന സ്ത്രീവിരുദ്ധ നിലപാടുകളാണ് മറനീക്കി പുറത്തുവരുന്നത്. ന്യൂസ് ബ്യൂറോ, എനിടൈം ന്യൂസ്. കരിവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി ജയിലിൽ കഴിയുന്ന കൗൺസിലർ PR അരവിന്ദാക്ഷനെ അയോഗ്യനാക്കണം കോൺഗ്രസ്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 13 മാസമായി ജയിലിൽ കഴിയുന്ന നഗരസഭ 26ാം ഡിവിഷൻ കൗൺസിലർ PR അരവിന്ദാക്ഷനെ അയോഗ്യനാക്കാൻ നഗരസഭ അധികൃതർ നടപടിയെടുത്തില്ലെന്ന് കൗൺസിലർ ആസാദ് ആരോപിച്ചു. വടക്കാഞ്ചേരി നഗരസഭയിലെ കൗൺസിലറായ 26ാം ഡിവിഷനിലെ കൗൺസിലർ ശ്രീ അരവിന്ദാക്ഷൻ ജയിലിൽ കഴിഞ്ഞ് 13 മാസം പിന്നിടുകയാണ്. ഈ 13 മാസ കാലാവധിക്കുള്ളിൽ അയാളുടെ അയോഗ്യതയെക്കുറിച്ചുള്ള നടപടികൾ എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പത്രസമ്മേളനം വിളിച്ചു ചേർത്തിട്ടുള്ളത്.
ഇപ്പോൾ 13 മാസം പിന്നിട്ട ആ കൗൺസിലർ ഇന്നും അയോഗ്യത എന്ന ലിസ്റ്റിൽ വരാതെ നിലനിൽക്കുകയാണ്. ഞാൻ 6 മാസം കൊടുത്ത പരാതിയെ തുടർന്ന് പ്രിൻസിപ്പൽ ഡയറക്ടർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ വളരെ വഴുകി. ഇപ്പോൾ 6 മാസം കൊടുത്ത പരാതി 11 മാസമാണ് വടക്കാഞ്ചേരി നഗരസഭാ സെക്രട്ടറിക്ക് അടിയന്തരമായ ആ കാര്യത്തെക്കുറിച്ച് 92 വകുപ്പ് എന്നാണ് മുനിസിപ്പൽ ആക്ട് 92 വകുപ്പ് പ്രകാരം നടപടിയെടുക്കണമെന്നാണ് ആവശ്യപ്പെട്ടതായിട്ടാണ് അതിൽ കാണുന്നത്. 92 വകുപ്പ് പറഞ്ഞാൽ ഗുണവും ദോഷവും ഉണ്ട്. 92 വകുപ്പിൽ ചില പ്രത്യേക കാര്യങ്ങളൊക്കെ പറഞ്ഞത് അത് ഞാൻ അതിലേക്ക് പറയുന്നില്ലല്ലോ. പ്രത്യേക കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സെക്രട്ടറി എന്ന് പറയുന്ന ആള് കഴിഞ്ഞ 3 മാസക്കാലം ഒരു കൗൺസിലർ 3 മാസക്കാലത്തെ ജനറൽ കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാതെ വന്നാൽ അയാൾ ഏത് കാരണമായിക്കോട്ടെ ആ വന്ന ആള് കൗൺസിലർ വരുന്നില്ല എന്നുള്ള വിവരം കൊടുക്കപ്പെടേണ്ടത് അറിയിക്കപ്പെടേണ്ട ഡിപ്പാർട്ട്മെന്റ് ഇലക്ഷൻ കമ്മീഷനാണ്. ഇലക്ഷൻ കമ്മീഷൻ തദ്ദേശ വകുപ്പിന്റെ കീഴിലുള്ള മറ്റ് ഹെഡ് ഓഫീസുകളിലേക്ക് പ്രിൻസിപ്പൽ ഡയറക്ടർക്കും ഒക്കെ അയക്കേണ്ടതായ ആള് നഗരസഭയിലെ ആ കാലത്ത് നിൽക്കുന്ന സെക്രട്ടറി ആയിരിക്കണം. പക്ഷെ ഈ കാലം അത്രയും സെക്രട്ടറി എന്ന് പറയുന്ന ആള് ഇങ്ങനെ ഒരു അയോഗ്യതയിൽപ്പെട്ടതോ കാലാവധി കഴിഞ്ഞ 6 മാസം കഴിഞ്ഞതും 12 മാസം കഴിഞ്ഞതുമായ ഒരു വിഷയം ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടില്ല, ഡയറക്ടറെ പോലും അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ വ്യക്തം. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ വന്ന മറുപടി ചോദിച്ചുകൊണ്ടുള്ള ലെറ്ററിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇത് നിരുത്തരവാദപരമായ സെക്രട്ടറി, വടക്കാഞ്ചേരി നഗരസഭയുടെ താൽക്കാലിക ചാർജുള്ള സെക്രട്ടറി, ഞാൻ അടിവരിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന താൽക്കാലിക ചാർജുള്ള സെക്രട്ടറി. ആ സെക്രട്ടറി ഇന്ന് വരെ CPM-നോട് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്ന സെക്രട്ടറി, ന്യായങ്ങളെ അന്യായമാക്കുന്ന ഒരു തരം താണ പ്രവൃത്തി നടത്തുന്ന വടക്കാഞ്ചേരി നഗരസഭയുടെ സെക്രട്ടറി. ആ സെക്രട്ടറി ഇതുവരെയായിട്ടും ഇതിനെക്കുറിച്ച് ഒരു പരാതി പോലും, ഇതിനെക്കുറിച്ചുള്ള നോട്ടീസ് വന്നതിന് പോലും മറുപടി കൊടുത്തിട്ടില്ല, അറിയിക്കപ്പെടേണ്ടത് അറിയിച്ചിട്ടില്ല. വളരെ ഗൗരവമേറിയ കൃത്യവിലോപം നടത്തിയ ഒരു സെക്രട്ടറിയെ ഉടനടി മാറ്റിയാൽ മാത്രമാണ് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ കഴിയൂ എന്നുള്ള ശുഭാപ്തി വിശ്വാസമാണ് എന്നെ സംബന്ധിച്ചുള്ളത്. താമസിച്ചാലും വൈകി വന്നാലും ഇപ്പോൾ 13 മാസം കഴിഞ്ഞു, അതിന് ന്യായീകരണ 3 മാസം ലീവ് കൊടുത്തു, 6 മാസത്തേക്ക് ലീവ് കൊടുത്തു, അങ്ങനെ 6, 3, 9 മാസത്തെ ലീവ് കഴിഞ്ഞപ്പോൾ 4 മാസം പിന്നിട്ടു. അപ്പോൾ 3 മാസം മീറ്റിംഗ് വന്നിരിക്കും തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അയാൾ അയോഗ്യനായി കഴിഞ്ഞു പോകും. ഇത് സംബന്ധിച്ച് ഇലക്ഷൻ കമ്മീഷനും പ്രിൻസിപ്പൽ ഡയറക്ടർക്കും പരാതി നൽകിയിരുന്നു. 3 തവണ തുടർച്ചയായി കൗൺസിലർ യോഗത്തിൽ നിന്നും വിട്ടുനിന്നാൽ നടപടിയെടുക്കേണ്ടതാണെന്നും അദ്ദേഹം പറഞ്ഞു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PJ ജയദീപ്, ജയൻ മംഗലം, KK അബൂബക്കർ, ബുഷറ റഷീദ്, സിദ്ദീഖ് KH എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. മാലിന്യമുക്തം നവകേരളത്തിന്റെ ഭാഗമായി ഹരിതമേള സംഘടിപ്പിച്ചു. മാലിന്യമുക്തം നവകേരളത്തിന്റെ ജനകീയ ക്യാമ്പയിൻ ഭാഗമായി വടക്കാഞ്ചേരി നഗരസഭ കുട്ടികളുടെ ഹരിതമേളയും ഹരിതപത്ര സമ്മേളനവും സംഘടിപ്പിച്ചു. നഗരസഭ ചെയർമാൻ PN സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CV മുഹമ്മദ് ബഷീർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജമീല BAM, കൗൺസിലർമാരായ വിജേഷ് KA, ജിജി സാംസൺ, നഗരസഭാ സെക്രട്ടറി KK മനോജ് എന്നിവർ പങ്കെടുത്ത ചടങ്ങിൽ കുട്ടികൾക്കുള്ള ട്രോഫികൾ വിതരണം ചെയ്തു. സിനിമാ വിതരണ കമ്പനികളിൽ നടത്തിയ റെയ്ഡിൽ കള്ളപ്പണ ഇടപാട് നടന്നെന്ന് ആദായ നികുതി വകുപ്പിന് സംശയം. സിനിമാ വിതരണ നിർമ്മാണ കമ്പനികൾ നടത്തിയ റെയ്ഡിൽ കള്ളപ്പണ ഇടപാട് നടന്നെന്ന് ആദായ നികുതി വകുപ്പിന് സംശയം. സിനിമയുടെ നിർമ്മാതാവ് കൂടിയായ സൗബിൻ ഷാഹിറിനെ വീണ്ടും ചോദ്യം ചെയ്യും. മഞ്ഞുമ്മൽ ബോയ്സ് സിനിമയുടെ വരുമാനം സംബന്ധിച്ചാണ് സംശയം. ആദായ നികുതി വകുപ്പ് നടത്തിയ റെയ്ഡിൽ കണക്കുകളിൽ പൊരുത്തക്കേടുകൾ കണ്ടെത്തിയിരുന്നു. സിനിമ 148 കോടിയിലേറെ രൂപ വരുമാനമുണ്ടാക്കി. എന്നാൽ 44 കോടി രൂപ ആദായ നികുതി ഇനത്തിൽ അടക്കേണ്ടിയിരുന്നത് അടച്ചില്ല. 32 കോടി രൂപ ചെലവ് കാണിച്ചുവെന്നാണ് കണ്ടെത്തൽ. ഇത് കള്ളക്കണക്കാണെന്ന നിലപാടിലാണ് ആദായ നികുതി വകുപ്പ്. നികുതി റിട്ടേൺ സമർപ്പിച്ചിരുന്നില്ല എന്നും ആദായ നികുതി വകുപ്പ് പറയുന്നു. സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത് സഹായി ഷോൺ ആണെന്നും പറയുന്നു. ഇനി ഒരു ഇടവേള. ഒരു ദിവസത്തേക്കായി ഇനി ഒരുപാട് പണം ചിലവഴിക്കേണ്ട. വിവാഹ വസ്ത്രങ്ങളും ആഭരണങ്ങളും മിതമായ നിരക്കിൽ വാടകയ്ക്ക് ലഭിക്കുന്ന ഹെന ട്രിങ്കറ്റ്സ് എന്ന സ്ഥാപനം വടക്കാഞ്ചേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു.
സേവ്യർ ചിറ്റപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. സീരിയൽ ആർട്ടിസ്റ്റ് കൃഷ്ണേന്ദു മുഖ്യാതിഥിയായിരുന്നു. മർച്ചന്റ്സ് അസോസിയേഷൻ യൂണിറ്റ് പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ ആദ്യ വിൽപ്പന നിർവഹിച്ചു. വടക്കാഞ്ചേരി മെയിൻ റോഡിൽ ലാമിയ സിൽക്സിന് സമീപത്താണ് പുതിയ സ്ഥാപനം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 892186 2766 9995 673426. വാർത്തകൾ തുടരുന്നു. വയലിനിസ്റ്റ് ബാലഭാസ്കറിനെ കൊന്നതാണെന്ന നിലപാടിൽ ഉറച്ചുനിന്ന് പിതാവ് KC ഉണ്ണി. വയലിനിസ്റ്റ് ബാലഭാസ്കറിനെ കൊന്നതാണെന്ന നിലപാടിൽ ഉറച്ചുനിന്ന് പിതാവ് KC ഉണ്ണി. സ്വർണ്ണക്കടത്ത് മാഫിയയാണ് മകന്റെ മരണത്തിന് പിന്നിൽ. ഡ്രൈവർ അർജുൻ അറസ്റ്റിലായത് മാധ്യമങ്ങളിലൂടെ അറിഞ്ഞു. അർജുൻ നേരത്തെ ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. അപകടത്തിന് ശേഷമാണ് കേസുകളെ കുറിച്ച് അറിഞ്ഞത്. അർജുൻ പോലീസിന്റെ പിടിയിലായതോടെ ഇനി മരണത്തിന് പിന്നിലെ സത്യങ്ങൾ പുറത്തുവരുമെന്ന് ബാലഭാസ്കറിന്റെ പിതാവ് മാധ്യമങ്ങളോട് വ്യക്തമാക്കി. അപകടം നടക്കുന്ന സമയത്ത് കാർ ഓടിച്ചത് ബാലഭാസ്കർ ആണെന്ന് ആരോപിച്ച് അർജുൻ തങ്ങൾക്കെതിരെ തൃശൂർ AMCTയിൽ കേസ് കൊടുത്തിരുന്നു. 1 കോടി രൂപ തനിക്ക് നഷ്ടപരിഹാരം തരണം എന്നായിരുന്നു അർജുന്റെ ആവശ്യം. സംശയമല്ല, ബാലഭാസ്കറിന്റെ മരണത്തിന് പിന്നിൽ അർജുൻ തന്നെയാണെന്ന് ഉറപ്പാണ്. കള്ളക്കടത്ത് മാഫിയ അതൊരു വലിയ സംഘമാണ്. എങ്ങും തൊടാതെയുള്ള അന്വേഷണ റിപ്പോർട്ടാണ് CBI കൊടുത്തിരിക്കുന്നത്. അവരും സംഘത്തിന്റെ സ്വാധീനത്തിനു വഴങ്ങി. സ്വർണ്ണക്കടത്തുകാരും അതുമായും ബന്ധപ്പെട്ട വലിയൊരു സംഘവുമാണ് ബാലഭാസ്കറിന്റെ മരണത്തിനു പിന്നിൽ. കേസിൽ ഒരു നീതിയും ലഭിച്ചിട്ടില്ല. പുതിയ കേസിന്റെ പശ്ചാത്തലത്തിൽ നിയമ നടപടി ആലോചിക്കും, KC ഉണ്ണി കൂട്ടിച്ചേർത്തു. ബാലഭാസ്കറിന്റെ ഭാര്യ തങ്ങളെ ബോയ്ക്കോട്ട് ചെയ്തിരിക്കുകയാണ്. ഫോൺ വിളിച്ചാൽ പോലും എടുക്കാറില്ല. അത് എന്തുകൊണ്ടാണെന്നറിയില്ല. ബാലഭാസ്കറിന് പണം കൊടുക്കാനുള്ളവർ ഭാര്യ ലക്ഷ്മിക്ക് കൈമാറും എന്നായിരുന്നു അറിയിച്ചിരുന്നത്. തമ്മിൽ വഴക്കൊന്നും ഉണ്ടായിട്ടില്ല. ഒക്ടോബറിലാണ് ബാലഭാസ്കർ മരിച്ച് 6 വർഷം പൂർത്തിയായത്. അന്നു മുതൽ ഇന്നുവരെ മരണവുമായി ബന്ധപ്പെട്ട് വലിയ സംശയങ്ങൾ ഉയർന്നിരുന്നു. രാജ്യത്തിന്റെ ഭരണഘടനയെ അവഹേളിക്കുന്നതിൽ CPM BJP നേതാക്കൾക്ക് ഒരേ സ്വരമാണെന്ന് സന്ദീപ് വാര്യർ. രാജ്യത്തിന്റെ ഭരണഘടനയെ അവഹേളിക്കുന്നതിൽ CPIM BJP നേതാക്കൾക്ക് ഒരേ സ്വരമാണെന്ന് BJP വിട്ട് കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യർ. രാഹുൽ ഗാന്ധി ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിലാണ്. ഇതിന്റെ ഭാഗമായാണ് ത്രിവർണ പതാക കയ്യിലേന്തി കന്യാകുമാരി മുതൽ കശ്മീർ വരെ ജോഡോ യാത്ര നടത്തിയത്. ഭരണഘടനയെക്കുറിച്ച് തെറ്റായ സന്ദേശം നൽകിയ മന്ത്രി സജി ചെറിയാൻ ഒരു നിമിഷം പോലും അധികാരത്തിൽ തുടരരുത്. മന്ത്രിയും ചെങ്ങന്നൂരിലെ BJPയും പരസ്പര സഹായ സഹകരണ സംഘം പോലെയാണ് പ്രവർത്തിക്കുന്നതെന്നും സന്ദീപ് ആരോപിച്ചു. കേന്ദ്ര സർക്കാരിന്റെ അമൃത് പദ്ധതിയിലെ അഴിമതി വിജിലൻസ് അന്വേഷിക്കണം CITUC. കേന്ദ്ര സർക്കാരിന്റെ അമൃത് ജലവിതരണ പദ്ധതിയിലെ വഴിവിട്ട ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ വിജിലൻസ് അന്വേഷണം വേണമെന്ന കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് CITU തൃശൂർ ജനറൽ ബോഡി യോഗം ആവശ്യപ്പെട്ടു. 8.5 കോടി രൂപയോളം ചെലവിൽ തൃശൂർ കോർപ്പറേഷനുകളിലെ 4 ഡിവിഷനുകളിലെ ജലവിതരണം ലക്ഷ്യമിടുന്ന അമൃത് ജല പദ്ധതിയിൽ ചട്ടവിരുദ്ധ കരാർ നടപടികൾ നടക്കുന്നുണ്ട്. എസ്റ്റിമേറ്റുകൾ മാനദണ്ഡങ്ങൾ പാലിക്കാതെ ചട്ടവിരുദ്ധമായാണ് നടക്കുന്നത്. ഇത് വിജിലൻസ് അന്വേഷിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. CITU ജില്ലാ സെക്രട്ടറി T സുധാകരൻ യോഗം ഉദ്ഘാടനം ചെയ്തു. ബ്രാഞ്ച് പ്രസിഡന്റ് ഷൈൻ PK അധ്യക്ഷത വഹിച്ചു. വിപിൻ AS, രഞ്ജിത്ത് TG, സുബീഷ് UG, സുശാന്ത് TS, വിനോദ് KA, മിലി VV, രാജേഷ് PN, ബാഷിമോൾ, അനീഷ് TA, ശ്രീലത KS എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ജപ്തി വിരുദ്ധ ബിൽ നിയമസഭ പാസാക്കി റവന്യൂ മന്ത്രി K രാജൻ. കൊടകര കുഴൽപ്പണ കേസിൽ തുടരന്വേഷണത്തിന് അനുമതി. ഇത്തവണത്തെ ശബരിമല തീർത്ഥാടനത്തിൽ പരാതികളും പ്രശ്നങ്ങളും ഉണ്ടായില്ലെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. വടക്കാഞ്ചേരിയിലെ വിദേശ മദ്യഷോപ്പിനെ കെട്ടുകെട്ടിപ്പിക്കണം ഫാദർ ദേവസി പന്തലുകാരൻ. DYFI വനിതാ നേതാവിനെ CPM ലോക്കൽ സമ്മേളനത്തിൽ നിന്ന് ഒഴിവാക്കി. കരിവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി ജയിലിൽ കഴിയുന്ന കൗൺസിലർ PR അരവിന്ദാക്ഷനെ അയോഗ്യനാക്കണം കോൺഗ്രസ്. മാലിന്യമുക്തം നവകേരളത്തിന്റെ ഭാഗമായി ഹരിതമേള സംഘടിപ്പിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. നമസ്കാരം.